മോത്തി, ഇപ്പോൾ മഴയുണ്ട്, കനത്ത് പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ മഴയാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തെയും അതുപോലെ തന്നെ ഈ താൽക്കാലിക പാലം ഒലിച്ചു പോകാൻ ഇടയായ സാഹചര്യത്തെയൊക്കെ ഉണ്ടാക്കിയത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തെ അത് ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ കുത്തൊഴുക്ക് കൂടിയിരുന്നു. ഇപ്പോൾ എന്തായാലും മഴ പെയ്യുന്നു എന്നുള്ളതാണ് ചൂരൽമലയിൽ നിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ മാത്രമല്ല, എനിക്ക് നേരത്തെ നോക്കുമ്പോൾ മുകളിലേക്കുള്ള മുഴുവൻ കാഴ്ചയും ദൃശ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കോടയാണ്, അവിടേക്ക് വിസിബിലിറ്റി ഇല്ലാത്ത വിധത്തിൽ. അപ്പോൾ ഇന്നും ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തെ കുറച്ച് മന്ദീഭവിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കനത്ത് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ എന്ന സംശയമാണ്. ഇപ്പോൾ കനത്ത മഴയല്ലെങ്കിൽ പോലും മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. റെയിലുകൾ പൂർണ്ണമായും മറുകര എത്തിക്കേണ്ടതുണ്ട്. അതൊരു 80% കഴിഞ്ഞിരിക്കുന്നു. അതായത് റെയിലുകൾ ഘടിപ്പിക്കുന്നു, അത് തള്ളി മുൻപിലേക്ക് നീക്കി ആണ് മറുകരയിൽ എത്തിക്കുക. ആ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ പുതുതായി റെയിലുകൾ ഘടിപ്പിക്കുകയാണ്. ഘടിപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ സൈനികർ അവരുടെ കായിക ശക്തി ഉപയോഗിച്ച് തള്ളി അപ്പുറത്തേക്ക് എത്തിക്കുക എന്ന കാര്യമാണ് നടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ മഴ, ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ ശക്തമാവുന്നുണ്ട്. മഴ ശക്തമാകുമ്പോൾ തന്നെയും താൽക്കാലിക പാലത്തിലൂടെ കൂടുതൽ ഉപകരണങ്ങൾ അപ്പുറത്തേക്ക് പോകുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ എത്തുന്നു, കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുന്നു. അപ്പോഴും ഇന്നും കാലാവസ്ഥ ഇന്നലത്തേതുപോലെ തന്നെ പ്രതികൂലമാകാനുള്ള സാധ്യത ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉള്ളതിനേക്കാൾ ശക്തമായ മഴയാണ് ഇപ്പോൾ ഉള്ളത്. മഴ കനക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് തരാൻ കഴിയുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. താൽക്കാലിക പാലത്തിലൂടെ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്ക് പോകുന്നു. മുണ്ടക്കൈയിൽ ഇന്ന് മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഇന്നാണ് എന്നാണ് മന്ത്രി കെ രാജൻ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ ഇന്നലെ കൺട്രോൾ റൂമിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസിനോടും എ കെ ശശീന്ദ്രനോടും കെ രാജനോടും ഒക്കെ സംസാരിച്ചിരുന്നു. മുണ്ടക്കൈ എന്നുള്ളത് എത്രമേൽ ദുഷ്കരമായ കാര്യമാണെന്ന് പറയുമ്പോഴും ഇന്നും നാളെയും വളരെ നിർണായകമാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ കൂടുതൽ സന്നാഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സന്നാഹങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തിരച്ചിൽ കുറെ കൂടി ഊർജിതമാകും. അപ്പോഴും മഴ ഒരു വില്ലനാവാനുള്ള സാധ്യതയുണ്ട്. ചൂരൽമലയിൽ മഴ കൂടുതൽ ശക്തിയാവുന്നു എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് മോത്തി. ചൂരൽമലയുടെ കാര്യം മാത്രമല്ല, പ്രതികൂല കാലാവസ്ഥ തുടരുകയാണ്. നമുക്കറിയാം, മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലും മുണ്ടക്കൈയിലേക്ക് ഉപകരണങ്ങൾ പോവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിനാണല്ലോ ബെയിലി പാലം നിർമ്മാണത്തെ നമ്മൾ ഇത്രയധികം ഉറ്റുനോക്കുന്നതും. ആ സന്ദർഭത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ, വാഹനങ്ങളാണ് അവർ ഒരുക്കിയിട്ടുള്ളത്? അതുകൊണ്ട് എത്രത്തോളം കാര്യക്ഷമമായി അവിടെ പ്രവർത്തനങ്ങൾ നടത്താനാവും? സൈന്യത്തിന്റെ സന്നാഹങ്ങൾ ഇന്നലെയും ഇന്നുമായി, ഇന്ന് ഞങ്ങൾ രാവിലെ കൽപ്പറ്റയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ പോലും ഇന്ത്യൻ ആർമിയുടെ വലിയ ട്രക്കുകൾ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് ഹിറ്റാച്ചി പോലെയുള്ള സംവിധാനങ്ങൾ കയറ്റിയിട്ടുള്ള ട്രക്കുകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ബെയിലി പാലമുണ്ടല്ലോ, ഈ ബെയിലി പാലത്തിന്റെ റെയിലുകൾ പൂർണ്ണമായും ഇവിടേക്ക്, അതായത് കണ്ണൂരിലേക്ക് കൊണ്ടുവന്ന് കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ജനറൽ മാത്യുവിനെ ഇതിന്റെ ഏകോപനത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സൈന്യവുമായി ബന്ധപ്പെട്ട് സൈന്യം അവരുടെ പരമാവധി സന്നാഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് തന്നെ ദൃശ്യമാണ്. സേനയുടെ വലിയ പ്രസൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഇന്നലെ ഹെലികോപ്റ്ററുകൾ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകളാണ് ഏറ്റവും അവശ്യ സാധനങ്ങൾ മുണ്ടക്കൈയിൽ വിതരണം ചെയ്തിട്ടുള്ളത്. നേവിയുടെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ 2 തവണ അവിടേക്ക് വരികയും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. എയർ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതല്ലാതെ വേറെ കരമാർഗം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള മാർഗം പോലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചു. ഇന്ന് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്നലെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു. എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഉണ്ട്. JCB വാഹനങ്ങൾ, ഹിറ്റാച്ചികൾ, അതുപോലെ തന്നെ എങ്ങനെ ഒരു ദുർഘടമായ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താമോ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഉണ്ട്. മുൻപ് ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്ന രക്ഷാപ്രവർത്തനത്തിന് സമാനമായ തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറെ കൂടി മെച്ചപ്പെട്ട തെരച്ചിൽ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ മറുവശത്ത് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ പുഴയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ണാടിപ്പുഴയുടെ മറുവശമാണിത്. അതായത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഒരു ക്രൂഷ്യലായ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറുകരയിൽ JCB വാഹനങ്ങളെയും കാണാൻ കഴിയും. ഇതുപോലെയുള്ള വാഹനങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്തേണ്ടതുണ്ട്. മുണ്ടക്കൈയിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമാണ് ആദ്യമായി ഇങ്ങനെ ഒരു
മണ്ണുമാന്തി യന്ത്രം എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമുള്ള രക്ഷാപ്രവർത്തനം കുറെ കൂടി അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ടു. ഇതുപോലെയുള്ള വാഹനങ്ങൾ കൂടുതലായി മുണ്ടക്കൈയിലേക്ക് എത്തണമെന്നുള്ളതാണ് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തകരും പറയുന്നത്. അത് ഇന്ന് നടക്കും, എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നുള്ള കാര്യം പൂർണ്ണമായും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. എത്ര മണി, ഇപ്പോൾ 10 മണി എന്നുള്ള ടൈം ഫ്രെയിം പൂർണ്ണമായും നടപ്പാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെങ്കിൽ പോലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ബെയിലി പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ അപ്പുറത്തേക്ക് കടത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും നമ്മളെല്ലാം അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. 24 ടൺ ഭാരം ഒരേ സമയം ആ പാലത്തിന് വഹിക്കാൻ ശേഷിയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ വാഹനങ്ങളെല്ലാം വളരെ കൃത്യസമയത്ത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലം കടന്ന് അപ്പുറത്തേക്ക് എത്തും, വഴിയൊരുക്കി തുടർ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാവും എന്ന് തന്നെ വിചാരിക്കാം. ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് നേരത്തെ രാഗിനും ഗോകുലും ഒക്കെ ചേരുമ്പോൾ അവിടെ കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. അഭിലാഷും സൂചിപ്പിച്ചു അവിടെ മൂടൽമഞ്ഞുണ്ട് എന്ന്. ഈ മഴയോടൊപ്പം മൂടൽമഞ്ഞ് കൂടുന്ന ഒരു സാഹചര്യമുണ്ടോ അവിടെ? ഇപ്പോൾ കുറച്ചൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ ഉള്ള അത്രയും മഴ ഇപ്പോഴില്ല. അതായത് മഴ കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണ്. മഴ കൂടിയ ഘട്ടത്തിൽ നല്ലതുപോലെ, അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ മുണ്ടക്കൈ മലനിരകൾ, ഹാരിസൺ എസ്റ്റേറ്റ് അടക്കമുള്ള ആ മലനിരകൾ സാധാരണ നിലയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിലുള്ള കോടമഞ്ഞ്, മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകാശം കുറെ കൂടി ക്ലിയർ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഇവിടെ നിന്ന് മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും കോടമഞ്ഞ് കാണാം. പക്ഷേ മുണ്ടക്കൈ ഭാഗത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയും. ഞാനിപ്പോൾ നോക്കുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ആ വഴിയാണ്. ആ ഭാഗത്ത് മൂടൽമഞ്ഞില്ല. അതേസമയം ഇപ്പോൾ താൽക്കാലിക പാലത്തിലൂടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. താൽക്കാലിക പാലത്തിലൂടെ ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ അപ്പുറത്ത് പോയതിനു ശേഷം തിരികെ വരികയാണ്. അദ്ദേഹം മുണ്ടക്കൈ വരെ പോയിട്ടില്ല, കാരണം അത്രയും ദൂരം അദ്ദേഹത്തിന് വാഹനം ഇല്ലാതെ പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പുറത്ത് 2 ജീപ്പുകൾ സർവീസ് നടത്തുന്നുണ്ട്.